ഒരു ദിവസം രാത്രിയായിരുന്നു സി കേരള ചാനലിനെ വിളിച്ചിട്ട് പ്രസന്ന മാസ്റ്റർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യം പറയുന്നത്. അപ്പം നാളെ രാവിലെയാണ് ഷൂട്ട്, അതിനുള്ളിൽ കിട്ടുന്ന ഗിഫ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഞങ്ങൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് മെമൻറ്റോ ടൈപ്പ് ആയിരിക്കും ചെയ്യാറുള്ളത്. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെമൻറ്റോ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുള്ളത്. പക്ഷേ അന്ന് നമുക്ക് അതിനുള്ള സമയമില്ല. കാരണം ഞാൻ കണ്ണൂരാണുള്ളത്, എറണാകുളത്താണ് ഷൂട്ട് നടക്കുന്നത്, അതും രാത്രിയാണ് വിളിക്കുന്നത്, രാവിലെയാണ് ഷൂട്ട്. അപ്പോൾ അതിനുള്ളിൽ ഞങ്ങൾക്ക് പ്രൊഡക്ഷനിൽ ഒരു വകുപ്പും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. എന്തെങ്കിലും വേണം എന്നുള്ളത് അവർ നിർബന്ധിക്കുകയാണ്. അവരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് 1000 ഗാനങ്ങൾക്ക് കൊറിയോഗ്രാഫി ചെയ്തതിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ അവസാനം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു ഫ്രെയിം റെഡിയാക്കി വെച്ചോ, പിന്നെ ആ ഒരു ഫ്രെയിമിനനുസരിച്ചിട്ട് ഞാനൊരു ഡിസൈൻ തരാം, ആ സ്പോട്ടിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് അത് ഫ്രെയിം ചെയ്യേണ്ട രീതിയിലേക്ക് ഒന്ന് നിങ്ങൾ തയ്യാറായി നിൽക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ബ്രെയിൻ സ്റ്റോമിങ്ങിന് പോലും ഒരു ടൈം കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. അവസാനം ഞാൻ എത്തിയത് അവരുടെ ഫേസ് അനാട്ടമിക് കാലിഗ്രഫി ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പേര് പ്രസന്ന എന്നുള്ളത് ഹെയർ ആയിട്ടും അതിന്റെ മാസ്റ്റർ എന്നുള്ളത് താടിയായിട്ടും 1000 എന്നുള്ള നമ്പർ മീശയായിട്ടും വരുന്ന രീതിയിലേക്ക് ഒരു ഡിസൈൻ ചെയ്തിട്ട് അവർക്ക് കൊടുക്കുകയുണ്ടായി. സാധാരണ രീതിയിൽ ഒരു വർക്കിന് ചിന്തിക്കാൻ എടുക്കുന്ന സമയം പോലും ഇതിന്റെ കംപ്ലീറ്റ് എക്സിക്യൂഷന് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. അതെനിക്ക് തന്ന കോൺഫിഡൻസും ഹാപ്പിനെസ്സും ചെറുതൊന്നായിരുന്നില്ല.